കോൺഗ്രസിന്റെയും UDF-ന്റെയും നേതാക്കളും പ്രവർത്തകരും എല്ലാം തങ്ങളുടെ ഇഷ്ടത്തിന് യഥേഷ്ടം വാഹനങ്ങളുമായി സഞ്ചരിക്കുന്നു. അവരുടെ ജാഥയുടെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും സുഖമായി നടക്കുകയും ചെയ്യുന്നു. ബുദ്ധിമുട്ടുകളെല്ലാം സാധാരണക്കാരായ ജനങ്ങൾക്കും ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തകർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദേശീയ പണിമുടക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമസ്കാരം. ഇന്ന് സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് കേരളത്തിൽ ഏതാണ്ട് പൂർണ്ണമായി തന്നെ നടന്നു എന്ന് പറയാം. മിക്ക കടകമ്പോളങ്ങളും ഇവിടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. സ്വകാര്യ ബസ്സുകളോ എന്തിന് KSRTC പോലും സർവീസ് നടത്തിയില്ല. അത് കാരണം നിരവധി ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മൾ കണ്ടു. ഇന്നലെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ ഇത്തരത്തിൽ ഹർത്താലുമായി പണിമുടക്കുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയ കാര്യങ്ങളുടെ ലിസ്റ്റ് പറയുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: റെയിൽവേ സർവീസ്, ആശുപത്രികൾ, പാൽ, പത്രം, മരുന്ന് കടകൾ, അഗ്നിരക്ഷാ സേന, ആംബുലൻസ്, ശബരിമല, മാരാമൺ തീർത്ഥാടകർ, അതുപോലെ തന്നെ കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ. ഇത്രയും കാര്യങ്ങൾ തങ്ങൾ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ ഇന്നലെ അറിയിച്ചത്. എന്നാൽ ഇതിലൊന്നും പെടാത്ത മറ്റൊരു കാര്യം കൂടി ഇന്നത്തെ പണിമുടക്കിൽ നിന്ന് പൂർണ്ണമായും ഒഴിവായിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ നടത്തുന്ന പുതുയുഗ യാത്രയാണ്. ഇത്തരത്തിൽ ഈ പണിമുടക്ക് ദിവസവും യാതൊരു മുടക്കുമില്ലാത്ത രീതിയിൽ കോഴിക്കോട് ജില്ലയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് രാവിലെ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിലായിരുന്നു അതിന്റെ ആദ്യ സ്വീകരണം. അതിനുശേഷം കുന്നമംഗലത്തും പിന്നീട് കൊടുവള്ളിയിലും ശേഷം നന്മണ്ടയിലും എത്തിച്ചേർന്ന ശേഷം ഇപ്പോൾ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ ഇന്നതിന്റെ സമാപന സമ്മേളനം, കോഴിക്കോട് ജില്ലയിലെ സമാപന സമ്മേളനം ഇപ്രകാരം മുതലക്കുളം മൈതാനിയിൽ നടക്കുകയാണ്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ ഇന്ന് ഇവിടെ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ ഭാഗമായിട്ടുള്ള ട്രേഡ് യൂണിയനുകൾ പലതും ഇപ്രകാരം ഈ പണിമുടക്കിനെ പിന്തുണയ്ക്കുന്നുണ്ട്. രാവിലെ കടകമ്പോളങ്ങൾ അടയ്ക്കാനും അതുപോലെ തന്നെ വാഹനങ്ങൾ തടയുന്നതിനുമെല്ലാം തന്നെ പൊടിയും പിടിച്ച് മുന്നിട്ടിറങ്ങിയവരായിരുന്നു ഇപ്രകാരം UDF-ന്റെ ഭാഗമായിട്ടുള്ള ട്രേഡ് യൂണിയനുകൾ അടക്കം. INTUC അടക്കമുള്ളവ ഈ പണിമുടക്കിനെ പിന്തുണയ്ക്കുന്നുണ്ടെന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ അതേസമയം ഒരു വശത്ത് ഇത്തരത്തിൽ ജനങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കുകയും കടകമ്പോളങ്ങൾ അടപ്പിക്കുകയും ചെയ്യുമ്പോൾ മറുവശത്ത് തങ്ങളുടെ നേതാവിനെ കാണാൻ വേണ്ടി, തങ്ങളുടെ നേതാവ് നടത്തുന്ന യാത്രയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വാഹനങ്ങളിൽ യഥേഷ്ടം സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ നിരവധി കലാകാരന്മാർ ഇവിടെ എത്തിച്ചേരുന്നു. ഇവർ ചെയ്യുന്ന ജോലിയല്ല, ഇവർക്ക് പണിമുടക്ക് പങ്കെടുക്കേണ്ടതില്ലേ എന്നുള്ള ചോദ്യമൊന്നും അവിടെ ഉയർത്താൻ വേണ്ടി നമ്മൾ പാടില്ല. അതേസമയം അത്തരത്തിൽ കലാകാരന്മാർ എത്തിച്ചേരുന്നു, വാഹനങ്ങൾ യഥേഷ്ടം സഞ്ചരിക്കുന്നു. ജാഥയുടെ ഭാഗമായുള്ള സ്റ്റേജ് നിർമ്മാണവും മൈക്ക് ആൻഡ് സൗണ്ട്സിന്റെ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ജോലികളും എല്ലാം തകൃതിയായി നടക്കുന്നുണ്ട്. ഇവർക്കൊന്നും പണിമുടക്ക് ബാധകമല്ലേ എന്നുള്ള ചോദ്യം ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതാണ്. അച്ചുവിന്റെ അമ്മ എന്ന് പറയുന്ന സത്യനന്ദിക്കാടിന്റെ സിനിമയിൽ ഒരു രംഗമുണ്ട്. ഇത്തരത്തിലൊരു പണിമുടക്കിൽ പെട്ടുപോകുന്ന ഉർവശിയുടെയും മിരാജാസ്മിന്റെയും കഥാപാത്രങ്ങളെ ആ രംഗത്തെത്തുന്ന നരേന്റെ കഥാപാത്രം രക്ഷിക്കുന്ന ഇത്തരത്തിൽ പണിമുടക്കിന്റെ ആഹ്വാനവുമായി ബന്ധപ്പെട്ടു പോകുന്ന ഒരു അനൗൺസ്മെന്റ് വാഹനത്തിനകത്ത് കയറ്റിക്കൊണ്ടാണ്. അപ്രകാരം കയ്യിലൊരു കൊടിയുണ്ടെങ്കിൽ നമുക്ക് ഈ പണിമുടക്കൊന്നും ബാധകമല്ല എന്നുള്ള തരത്തിലേക്ക് പോവുകയും പണിമുടക്കിന്റേതാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും സാധാരണക്കാരായ ജനങ്ങളുടെ തലയിൽ മാത്രം എത്തിച്ചേരുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ വിരോധാഭാസമാണ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് VD സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്രയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് അപ്രകാരം മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഒരു വശത്ത് കോൺഗ്രസിന്റെയും UDF-ന്റെയും നേതാക്കളും പ്രവർത്തകരും എല്ലാം തങ്ങളുടെ ഇഷ്ടത്തിന് യഥേഷ്ടം സഞ്ചരിക്കുന്നു, വാഹനങ്ങളുമായി സഞ്ചരിക്കുന്നു. അവരുടെ ജാഥയുടെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും സുഖമായി നടക്കുകയും ചെയ്യുന്നു. അതേസമയം ഇന്ന് രാവിലെ നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ പോലും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് 1000 രൂപ ഇല്ലാത്തത് കാരണം തന്റെ വീട്ടിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റാത്ത ഒരു വൃദ്ധന്റെ വിഷമം നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ തങ്ങളിൽ എന്ത് ചെയ്യേണ്ടി വരും വീട്ടിലെത്താൻ എന്ന് ചോദിക്കുന്ന നിരവധി യുവാക്കളെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ബുദ്ധിമുട്ടുകളെല്ലാം സാധാരണക്കാരായ ജനങ്ങൾക്കും ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തകർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദേശീയ പണിമുടക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്.